Good morning, students. Today I am discussing about group moral and its importance. First, I am discussing concepts of group moral. Group moral refers to the team spirit or unity of group. അതായത് ഗ്രൂപ്പ് മോറൽ എന്നത് ഒരു ടീമിൻ്റെ സ്പിരിറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒരു ഐക്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് മീൻസ് ഗ്രൂപ്പ് മെമ്പർ ടുഗദർ. ഇത് ഗ്രൂപ്പ് മെമ്പേഴ്സെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഡെവലപ്പ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസ്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും ഷെയർഡ് എക്സ്പീരിയൻസിലൂടെയും ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫോർമഡ് consciously or unconsciously when people work and live together. ആളുകൾ ഒന്നിച്ച് ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ കോൺഷ്യൻസ് ഓർ അൺകോൺഷ്യൻസ് അഥവാ ബോധപൂർവമോ അബോധപൂർവമോ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് നേച്ചർ ഓഫ് ഗ്രൂപ്പ് മോറൽ. മോറൽ ഈസ് എ ഗ്രൂപ്പ് ഫിനോമിന. അതെ, മോറൽ ഒരു ഗ്രൂപ്പിൻ്റെ ഫിനോമിനാണ് അഥവാ പ്രതിഭാസമാണ്. ഇറ്റ്സ് ഫങ്ഷൻ അറ്റ് ദ ലെവൽ അറ്റ് വിച്ച് ദ ഗ്രൂപ്പ് ഫങ്ഷൻ. ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അക്കോർഡിംഗ് ടു ബ്ലം, മോറൽ ഈസ് എ ബൈ പ്രൊഡക്റ്റ് ജനറേറ്റഡ് ബൈ ദ ഗ്രൂപ്പ്. ബ്ലം പറയുന്നത് മോറൽ ഗ്രൂപ്പ് സൃഷ്ടിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ്. ഇറ്റ് റിഫ്ലക്ട് ആക്സെപ്റ്റൻസ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ് ബൈ ഇൻഡിവിജ്വൽ. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തികൾ അംഗീകരിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് മോറൽ. The next one, meaning of group moral. Feeling of belongingness and acceptance in a group. ഒരു ഗ്രൂപ്പിൽ ഫീലിംഗ് എന്ന് പറയുന്നത് ബിലോങ്നെസ്സും ആക്സെപ്റ്റൻസും ആയിരിക്കും മെമ്പേഴ്സ് തമ്മിൽ. ദെൻ കോൺഫിഡൻസ് ഇൻ കോമൺ ഗോൾസ് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ കോമൺ ഗോൾസ് ഇതാക്കാൻ തന്നെ മെയിൻ വേണ്ടത് കോൺഫിഡൻസ് ആണ്. പ്രൊഡക്ട്സ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ഓഫ് ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മെമ്പേഴ്സ്. ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സും മെമ്പേഴ്സിൻ്റെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സും പ്രൊഡക്ട്സ് ഓഫ് ഇൻറ്ററാക്ഷൻ്റെതാണ്. ദെൻ ദ ഗ്രൂപ്പ് മോറൽ ഈസ് മോർ ദാൻ സം ഓഫ് ഇൻഡിവിജ്വൽ മോറൽ. ഇൻഡിവിജ്വൽ മോറലിനെക്കാട്ടിയും കൂടുതൽ വലുതാണ് ഗ്രൂപ്പ് മോറൽ. ഗ്രൂപ്പ് മോറലിൻ്റെ ടൈപ്സ് ആണ് ഇതിനടുത്തത്. Group moral can be classified into two types, high moral and low moral. First type is high moral. High moral exists when attitudes are favorable to group goals. It leads to effective achievement of objective. ഇതിൻ്റെ എഫക്റ്റീവ് അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ലീഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹൈ മോറൽ റിപ്രസെൻറ്റഡ് ബൈ ടീം സ്പിരിറ്റ് ആൻഡ് യൂണിറ്റി. It includes enthusiasm, loyalty and dependability. അതായത് ഇതിൽ ആവേശം, വിശ്വസ്തത, ആശ്രയയോഗ്യത എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. Characteristics of high moral is zeal and enthusiasm for work. അതായത് ജോലിയോടുള്ള ഉത്സാഹവും ആവേശവും. Then resistance to frustration. ഫ്രസ്ട്രേഷനെ നേരിടാനുള്ള റെസിസ്റ്റൻസ് അഥവാ നിരാശയെ നേരിടാനുള്ള ശേഷി. ദെൻ സ്ട്രോങ് സെൻസ് ഓഫ് ലോയൽറ്റി, ശക്തമായ വിശ്വാസബോധം. ദ ലാസ്റ്റ് വൺ ഈസ് വില്ലിംഗ് കോപ്പറേറ്റ് എമോങ് മെമ്പേഴ്സ് തമ്മിലുള്ള സന്നദ്ധ സഹകരണം. ദെൻ സെക്കൻഡ് ടൈപ്പ് ഈസ് ലോ മോറൽ. ലോ മോറൽ exists when attitudes are unfavorable. ഇത് ഇവിടെ മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് അൺഫേവറബിൾ ആയിരിക്കും. ഹൈ മോറലി ഫേവറബിൾ ആണ്, ലോ മോറലി അൺഫേവറബിൾ ആണ്. ഇറ്റ്സ് ഹിൻഡേഴ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് സ്ഥാപന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. ദെൻ റിഡ്യൂസസ് എഫിഷ്യൻസി ആൻഡ് കോപ്പറേഷൻ. എഫിഷ്യൻസിയും കോപ്പറേഷനും കുറക്കുന്നു. ദെൻ നെഗറ്റീവ്ലി എഫക്ട്സ് ഗ്രൂപ്പ് പെർഫോമൻസ്. ഗ്രൂപ്പ് പെർഫോമൻസിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോ മോറൽ ഈസ് അപ്പത്തി ആൻഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ വർക്ക്. വർക്കിനോടുള്ള താല്പര്യക്കുറവും അനാസക്തി. ദെൻ ഇറ്റ്സ് ലീഡ്സ് ടു ജലസി ആൻഡ് ബൈക്കറിങ് എമോങ് മെമ്പേഴ്സ് തമ്മിൽ അസൂയവും വഴക്കവും ഉണ്ടാവും. പെസിമിസം ആൻഡ് ലേസിനെസ്. പെസിമിസം മീൻസ് നിരാശഭാവവും ലേസിനെസ് അലസതയും ഉണ്ടാവുന്നു. ദെൻ
ഡിസൊബീഡിയൻസ് ടു ലീഡർഷിപ്പ്, ലീഡർഷിപ്പിനോടുള്ള അനുസരണക്കേട് ഉണ്ടാവും. Then importance of group moral. Importance of group moral is increases productivity of the group. ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റിഡ്യൂസ് നീഡ്സ് ഫോർ ക്ലോസ് സൂപ്പർവിഷൻ, ക്ലോസ് സൂപ്പർവിഷൻ്റെ ആവശ്യകത കുറക്കുന്നു. എൻകറേജസ് കോപ്പറേഷൻ ആൻഡ് ഡിസിപ്ലിൻസ്, കോപ്പറേഷനും ഡിസിപ്ലിൻസും എൻകറേജ് ചെയ്യുന്നു. ബിൽഡ്സ് ലോയൽറ്റി ടു ഓർഗനൈസേഷൻ ആൻഡ് ലീഡേഴ്സ്, ലീഡേഴ്സിനോടും ഓർഗനൈസേഴ്സിനോടും ലോയൽറ്റി ബിൽഡ് ചെയ്യുന്നു. The next is organizational benefits of high moral. It leads to reduce employee turnover. എംപ്ലോയിയുടെ turnover means മാറിപ്പോകൽ, അത് കുറയ്ക്കുന്നു. മിനിമൈസ് വേസ്റ്റ് ആൻഡ് സ്ട്രൈക്സ്, വേസ്റ്റും സ്ട്രൈക്സും മിനിമൈസ് ചെയ്യുന്നു. ദെൻ ഇംപ്രൂവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബിനോടുള്ള സംതൃപ്തി ഇംപ്രൂവ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റ്സ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്, ഒരു പോസിറ്റീവ് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. The last is conclusion of group moral. Group moral is essential for group success. Group moral എന്ന് പറയുന്നത് ഗ്രൂപ്പ് സക്സസിൻ്റെ എസെൻഷ്യൽ ആണ്. ഹൈ മോറൽ ലീഡ്സ് ടു എഫിഷ്യൻസി ആൻഡ് ഹാർമണി. ഹൈ മോറൽ എഫിഷ്യൻസിനും ഹാർമണിയും കാരണമാകുന്നു. ദെൻ ലോ മോറൽ റിസൾട്ട് ഇൻ പോർ പെർഫോമൻസ്, പോർ പെർഫോമൻസിൻ്റെ റിസൾട്ടായി ലോ മോറൽ എന്ന് പറയുന്നു. ദെൻ ഓർഗനൈസേഷൻസ് മസ്റ്റ് ഫോസ്റ്റർ പോസിറ്റീവ് ഗ്രൂപ്പ് മോറൽ, ഓർഗനൈസേഷൻ പോസിറ്റീവ് ഗ്രൂപ്പ് മോറൽ ചെയ്യാൻ ഫോസ്റ്റർ ചെയ്യുന്നു. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് group moral and its importance and types of group moral and characteristics of these types. So I hope all are understand these topics, and thank you.